ഹലോ, നല്ല നമസ്കാരം. ടെസ്റ്റ് നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുള്ള പുതിയ തമിഴ് സിനിമയാണ്. മാധവനും നയൻതാരയും സിദ്ധാർത്ഥും മീര ജാസ്മിനും ഒക്കെ പ്രധാന വേഷത്തിലെത്തിയ ഒരു കിടിലം ഡ്രാമ, ഇമോഷണൽ ഡ്രാമ, സ്പോർട്സ് മൂവി എന്ന് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാം. ഈ സിനിമയുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇവർ 4 പേരും വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. എസ് ശശികാന്ത്, അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടറും അദ്ദേഹത്തിൻ്റെ തിരക്കഥയുമാണ് ഈ സിനിമ. ഒരു നല്ല ഒരു ഇമോഷണൽ ഡ്രാമയാണ് ഈ സിനിമ. സ്പോർട്സ് ഒരു ഘടകം മാത്രമാണ്, പക്ഷേ ഇമോഷനും ഡ്രാമയുമാണ് ഈ സിനിമ ടെസ്റ്റ് എന്ന് പറയുന്ന സിനിമ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിലല്ല, ഈ സിനിമ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കള്ളനും തേളും തമ്മിലുള്ള ഒരു പോരാട്ടം. തേള് കടിച്ചുകൊണ്ടേയിരിക്കും. തേളിനറിയാം കള്ളന് ശബ്ദമുണ്ടാക്കില്ല, ശബ്ദമുണ്ടാക്കിയാൽ വീട്ടുകാർ ഉണരും, ആൾക്കാർ അറിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് കള്ളൻ ശബ്ദമുണ്ടാക്കില്ല, തേള് കടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ടെസ്റ്റ്. അതല്ല എങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ചാമ്പ്യനും ലൂസറും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഈ ടെസ്റ്റ് എന്ന് പറയുന്ന സിനിമ. പൈസ അടയ്ക്കേണ്ട ദിവസം പൈസ കൊടുക്കേണ്ടവർ മാധവനെ പൊക്കിയിട്ട് പോകുന്ന സീനൊക്കെ ശരിക്കും ഇമോഷൻസും അതോടൊപ്പം തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടും ഇതൊക്കെ നല്ല ഫീല് തരാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടെസ്റ്റിൻ്റെ 2ാം ദിവസം ഇമോഷനായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി നയൻതാര മാധവൻ കഥാപാത്രങ്ങളെ പരമാവധി നമ്മളെ ആദ്യമായിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പരമാവധി ഇമോഷൻ കൊണ്ട് നന്നായിട്ടൊരു വലിയൊരു കോട്ട തന്നെ ഈ സിനിമയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻ്റർവെൽ പഞ്ച്, ഒരുപാട് ഇഷ്യൂസ് വന്ന് നമ്മുടെ മുമ്പിൽ വച്ചിട്ടാണ് ആ ഒരു ഇൻ്റർവെൽ പഞ്ച് കൊണ്ട് നിർത്തുന്നത്. ദാദ എന്ന് പറയുന്നത് 19 കിഡ്സിന് കൃത്യമായിട്ട് അറിയാം ദാദ ആരാണ് എന്നുള്ളത്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചൂടാമന്നനാണ് ഗാംഗുലി. അദ്ദേഹത്തെ ദാദ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ ആരാധകരെല്ലാം തന്നെ. പക്ഷേ ഇതിൽ സിദ്ധാർത്ഥൻ്റെ കഥാപാത്രത്തിന് ദാദ എന്ന പേര് അല്ലെങ്കിൽ വിളിപ്പേര് കൊടുത്തത് ശരിക്കും അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പാട്ട് സീനിൽ, കിഡ്നാപ്പിംഗ് നടക്കുന്ന സമയത്തുള്ള ഒരു പാട്ട് സീനിന് ഇങ്ങനെ ഓരോ കട്ട് ബൈ കട്ടായിട്ടുള്ള ലൈറ്റിൻ്റെ ആ ഒരു ഇതും എനിക്ക് ഇതായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല സൂപ്പറായിട്ടുണ്ട് സാധനം. ഒരു 90-95% ഇത് ബേസ് മ്യൂസിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഫീല് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ 3 പാട്ടുകളും എല്ലാം വളരെ ഗംഭീരമായ പാട്ടുകൾ, വളരെ ഇമോഷണൽ ടച്ചായിട്ടുള്ള സ്ലോ ബിറ്റായിട്ടുള്ള പാട്ടുകൾ, അതെല്ലാം നല്ല കിടിലമായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ ടെക്നിക്ക് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീനുണ്ട്. ഒരു ബോള് ഇങ്ങനെ വന്ന് പിന്നെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് ഇത് ബൗൺസ് ചെയ്ത് പോകുന്ന ഒരു ഷോട്ട്, അത് വളരെ ഗംഭീരമായിട്ട്, അത് ശരിക്ക് 3Dയിലൊക്കെ കാണുന്ന ഒരു ഫീല്, ആ ഒരു സാധനം അത് വളരെയധികം ട്രൈ ചെയ്താൽ മാത്രമേ അത് നമുക്കത് ഒരു ഷോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഒരുപാട് ട്രൈ ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു ഷോട്ട്. ക്യാമറയുടെ വർക്കും നല്ല സൂപ്പറായിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ക്രിക്കറ്റ്, സ്പോർട്സ് എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ടെസ്റ്റ് ഫീൽ ചെയ്തത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നയൻതാര ഇത്തിരി ഹൈയും, മാധവൻ ഇത്തിരി കൂടി താഴെയും, സിദ്ധാർത്ഥ അതിൻ്റെ താഴെയും, മീര ജാസ്മിൻ അതിൻ്റെ താഴെയും, അങ്ങനെ ലെയറായിട്ട് 4 പേരും ചെയ്തിട്ടുണ്ട്. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ആരും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. വളരെ ഗംഭീരമായ ഒരു സിനിമ ആണ് എനിക്ക് ടെസ്റ്റ് സമ്മാനിച്ചത്. താങ്ക് യു.